നശ്വരമാം വീടേ എന്തിനുമോ ഹിപ്പിച്ചെന്നെ പാപക്കടലേ ത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെ പാർക്കും സ്ഥാനത്തിൽ നശ്വരമായ ഭവനമേ എന്തിനാണ് നീ എന്നെ മോഹിപ്പിച്ചത്? പാപത്തിന്റെ സമുദ്രമേ എന്തിനാണ് നീ എന്നെ നിന്റെ അടിത്തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജീവിതത്തിന്റെ മോഹമേ എന്തിനാണ് നീ എന്നെ ക്ലേശിപ്പിച്ചത്? എന്നെ വിടുക, ഞാനിതാ എന്റെ നാഥന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂഷകളാലെന്നെ, നീ കിളിയെ പോലെ വീഴിച്ചു കെണികളിലെന്നെ. ഞാൻ പോകും നേരം വിരലുകളിൽ നീ പിടികൂടി ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനേ പോയി. ലോകമേ, നിന്റെ മോദങ്ങളാൽ നീ എത്രമാത്രം എന്നെ മോഹിപ്പിച്ചു. വേടൻ കെണിവെച്ച് കിളികളെ പിടിക്കുന്നത് പോലെ എന്തിനാണ് നീ എന്നെ വീഴിച്ചത്? ദുസ്വപ്നം കണ്ട മനുഷ്യനെ പോൽ ഞാൻ എത്രമാത്രം ഭയപ്പെട്ടുപോയി. എന്നാൽ ഇന്ന് ഞാനിതാ മോഹങ്ങളും ഭയങ്ങളുമില്ലാത്ത ലോകത്തേക്ക് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് തന്നെ പോകുന്നു.
മോഷ്ടിപ്പോൻരാവിൽ മോഷ്ടിക്കും, മറയും ശീഘ്രം. നീയാ പടുചോരൻ കയ്യേറി എൻ ധനമെല്ലാം, എൻ സൗന്ദര്യത്തെ നീ ശേഷം ഗൂഢം നീക്കി നാഥൻ തൻ മുമ്പിൽ നഗ്നൻ ഞാൻ ലജ്ജിതനാകും. കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്നതുപോലെ നശ്വരമായ ലോകമേ, നീ എന്നിലെ എത്രയോ സദ്ഗുണങ്ങളെ കവർന്നെടുത്തു. എന്റെ ആത്മീയ സൗന്ദര്യത്തെയും നീ ഇല്ലാതാക്കി. അയ്യോ, എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ നഗ്നനായി തീരുമല്ലോ എന്ന വിചാരം എന്നെ ലജ്ജിപ്പിക്കുന്നു. മായകളുടെ പിമ്പേ പോയി ഞാൻ, മൂഢത മൂലം ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമൻ അഭിമാനിച്ചേ. യൗവനമോഹത്താ ഞാനവയിൽ തൽപരനാകെ മരണം വന്നൻ മോദപ്പൂ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നിനക്ക് സ്തുതി. ശിശുരാമേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയുടെ മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആദർശം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും ബോധവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സ്നേഹം ദൈവം പ്രാണോട് രക്ഷിച്ചോളണം.
എന്നാൽ എന്റെ കടങ്ങൾ വർദ്ധിക്കുകയും എന്റെ കുറ്റങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ വെടിപ്പുള്ള സ്വഭാവം എന്റെ മേൽ കളിക്കണമേ. എന്റെ കണ്ണുനീരാൽ എന്നെ വെണ്മയാക്കണമേ. നിന്റെ പിതാവിന്റെ സ്നേഹത്തോട് ഞാൻ യാചിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ ചൊല്ലി പരിഹസിക്കുമാറാകരുതേ. എന്നാലും അന്യായത്തിൽ നിന്ന് മനസ്സാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് മാലാഖമാർ സന്തോഷിക്കുകയും അനുദാനികൾക്കായി രാവും പകലും വാതിൽ തുറന്നിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് പറയുകയും ചെയ്യുമാറാകണമേ. നീതിമാന്മാർക്ക് വേണ്ടിയല്ല, എന്നാലോ പാപികൾ അനുതാപികളായി തീരേണ്ടതിലേക്ക് അത്രയും ഞാൻ വന്നിരിക്കുന്നത് എന്നരുളി ചെയ്യുന്ന കർത്താവേ, ദുരിതക്കുഴിയിൽ നിന്നും നാശത്തിന്റെ ചളിയിൽ നിന്നും പുറത്തെ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുമാറാകണമേ. അന്യനാളിൽ സഹദേന്മാർ കിരീടം പ്രാപിക്കുമ്പോൾ ഞങ്ങളും അവരോടൊന്നിച്ച് പ്രകാശത്തിന്റെ മണവറയിൽ പ്രവേശിക്കുകയും നിനക്ക് മൗതം പാടുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായങ്ങളിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ നിന്റെ അമ്മയെ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷപ്പെടനെ തൃപ്തിയാക്കണമേ. ക്ഷണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം ധരിച്ച് ദരിദ്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ രക്ഷയും മാർഗവും എനിക്ക് തിരിച്ചു തരണമേ. മൗത്തമുള്ളതിന്റെ റൂഹാനെ നാമാറാകണമേ. അപ്പോൾ ഞങ്ങളുടെ കൃപക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയുകയും ചെയ്യും. ദൈവത്തിന്റെ വലുതാത്മീയ ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ദൈവമേ, യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ശിഷ്ടതയും ദുഷ്ടതയും തൻ വാതിൽ തുറന്നേറ്റും നാഥ, നിൻ കരുണ വാതിൽ തുറന്നീ താപിയെ നീ കൈക്കൊള്ളേണം. കാരുണ്യവാനും ദയാലുവും തന്റെ കൈവേലയോട് ദയവ് ചെയ്യുകയും രഹസ്യകാര്യങ്ങൾ അറിയുകയും ഹൃദയങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവിടുത്തെ മനുഷ്യപ്രീതിയ നീ പരിശുദ്ധമായ മഹോന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിനാശകരമാകുന്ന ജനതയിൽ നിന്നും ആദാമിനെയും സന്താനങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുമല്ലോ. പാപിനിയായ സ്ത്രീയുടെ കടകളും പാപങ്ങളും മോചിച്ചവനാകുന്ന കർത്താവേ, അവിടുത്തെ വിശുദ്ധ മഹോന്നത ദിവസത്തിൽ നിന്ന് ഈ നിന്റെ ദാസനെ കടാക്ഷിച്ച് ഇവന്റെ പാപങ്ങളെ ക്ഷമിച്ച് ഈ ദാസനെ നീ വിശദീകരിക്കണമേ. എളിയവരും മനുഷ്യരുമാകുന്ന അവിടുത്തെ ദാസനാകുന്ന ഞങ്ങളുടെ മധ്യസ്ഥതയാ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നൽകി ഈ നിന്റെ മകനെ നീ കൃപാപൂർവം സ്വീകരിക്കണമേ. വചനത്താലോ പ്രവൃത്തിയാലോ മനസ്സോടോ മനസ്സുകൂടാതെയോ അറിഞ്ഞോ അറിവുകൂടാതെയോ ഈ മകൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ക്ഷമിക്കുമാറാകണമേ. സകല മാലിന്യത്തിൽ നിന്നും പിഴകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഇവനെ നീ നിർമ്മലീകരിച്ച് വിശദീകരിക്കുമാറാകണമേ. നിന്റെ കരുണയും ചിറകൻ കീഴിൽ ഇവനെ കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ഹോസോ കരുണ നിറഞ്ഞവനേ, പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ
എന്റെ കർത്താവേ, ഈ സ്നേഹദേവോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ക്ലേശപൂർണ്ണമായ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ ഈ ദാസനെ നീ കടാക്ഷിക്കുമാറാകണമേ. സകല സൃഷ്ടിക്കും നാഥനാകുന്ന ദൈവമേ, അവസാന ദിനത്തിൽ ഈ മകൻ നിന്റെ കരുണയെ കാണുകയും അവിടുത്തെ നാമത്തിൽ സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. ഓശോ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കടന്നുകൊണ്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമാകുന്ന എന്റെ കർത്താവിനെ സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയം സകല ആളുകളിലും ദേവകളിലും നാഴികകളിലും കാലങ്ങളിലും സ്നേഹങ്ങളിലും അടിയങ്ങളായി സമർപ്പിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാതാപിതാക്കളോടുകൂടി വരുവാനിരിക്കുന്നവനുമാകുന്ന മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും മുതലായികളും തിരുമുൻപാകെ പരിഗണിച്ച് വച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ പ്രഭയന്മാരും ശ്രദ്ധയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഖലകളിൽ ആഘോഷിക്കുന്നു. അവിടുത്തെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചുപോകുകയും ആദിഭൂതങ്ങൾ പോവുകയും ഭൂമിയിൽ ധരിച്ച ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും സൃഷ്ടി ശക്തിയുള്ള നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്ദിയാകട്ടെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമാകുന്ന അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുന്നു. ബലവാനും ഗർഭിമാനുമാകുന്ന ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സമയത്ത് ഇതിനുള്ള പ്രത്യാശയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ സഹോദരനെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഏൽപ്പിക്കുന്നത് ജീവനുള്ള തിരുവായി ചെയ്തിട്ടുള്ളതായ ഞങ്ങളിലും ഇവരിലും നിറവേറ്റപ്പെടണമേ. ഞങ്ങളും ഞങ്ങളുടെ വലയത്തിനപ്പെടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കരുണയെ കാണുകയും നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. ഓശോ ദൈവാദിദൈവവും കർത്താദികർത്താവും തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായി ബലഹീനനും പാപികളുമാകുന്ന ഞങ്ങളെ യോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമാകുന്ന പ്രാർത്ഥനയെ സ്വീകരിക്കണമേ. നിന്റെ സ്ത്രീവായി വന്നിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ തിരുശരീര രക്തങ്ങൾ ഉരിഞ്ഞു കളയരുതേ. വിനിയോ നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ ആ കഠിന ശബ്ദം ഈ ദാസൻ കേൾക്കുവാനിടയാകരുതേ. രണ്ടാം മരണം അനുഭവിക്കുവാനും പോകുക ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാനും ഇവന് സംഗതിയാക്കരുതേ. ഈ ദാസൻ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നിന്റെ അളവില്ലാത്ത നിന്റെ ബൗദ്ധപ്രകാരം ക്ഷമിക്കണമേ. ഹോസോ Hallelujah.
പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് കാണുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം പുത്രനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ചെയ്യുന്നതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവൈലബിലിയായിട്ടുള്ള പ്രവർത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവ് പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ ആ നിത്യം ജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണപ്പെട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കുവാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്നതായ സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. പാർക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കുക. മുഖം മുഴുവനായിട്ട് ഉള്ളവരെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ സമയത്ത് തന്നോടുകൂടി എല്ലാ ഇടങ്ങളുടെ ഏറ്റവും വലിയ കുറ്റവാളികളെ രണ്ടുപേരെയും ക്രൂശിച്ചു. ആ ക്രൂശീകരണത്തിന്റെ ഇടങ്ങളിൽ അവസാന നിമിഷത്തെ ഒരൊറ്റ വിളി എല്ലാത്തിന്റെ ഇടങ്ങളിൽ സ്വർഗ്ഗത്തിലെ ദൈവം പർവ്വതീസിലേക്ക് വിളിച്ചു വിളിച്ചിട്ടുണ്ട്. ബന്ധുസത്തിലുടനെ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആളുകളെയും തമ്പുരാന്റെ വചനം തള്ളപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും വീണുപോയവരെയും തന്റെ ഇടങ്ങളോട് ചേർത്തിരിക്കുന്നതായ സ്നേഹത്തിന്റെ സമയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഇങ്ങനെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നതിന് ഇടീനബന്ധം സംസ്കാരം ഭംഗിയാക്കി ചെയ്യുന്നതിന് നമ്മളെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. മുൻപ് ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ നമ്മളൊക്കെ മനുഷ്യരാണ്. പലവിധമാകുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു, പലവിധമാകുന്ന മാനുഷിക വ്യാപാരങ്ങൾ നമ്മുടെ ഉള്ളിലൂടെയുണ്ട്. പ്രതിസന്ധിയും വേദനകളും കടക്കണിയും ചില ഭാരങ്ങളും ചില അബദ്ധങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. ഒറ്റ കാര്യം ചിന്തിക്കുക, നമ്മുടെ പ്രാണനും ജീവനും നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ട് എങ്കിൽ സകലതിനെയും മറികടക്കുവാൻ സാധ്യമാണ്. ഉള്ളിലൊരു പ്രത്യാശമെന്ന ദൈവത്തെ കൊടുക്കുകയും കാൽവരിയെ കുറിച്ച് ചേർത്ത് പിടിക്കണം, തമ്പുരാന്റെ വചനങ്ങളെ ചേർത്ത് പിടിക്കണം, അവന്റെ ശരീര രക്തങ്ങളെ ദൈവത്തോട് ചേർത്ത് പിടിക്കണം. ഏത് പ്രതിബന്ധത്തിന്റെയും ഏത് വേദനകളുടെയും ഏത് നിരാശയുടെ പടവുകയും ഇരുട്ടിന് തുല്യമായ അന്ധകാല തുല്യമായ അവസ്ഥകളിൽ നിന്നും നമ്മുടെ ഏതൊരു വ്യക്തി അവന്റെ ഇടങ്ങളോ ഒന്നുമല്ല, അവന്റെ സൗന്ദര്യമോ ബാഹ്യമായ യാതൊന്നുമല്ല, തിരികെ പിടിക്കുവാൻ തിരികെ കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ്. ഉള്ളിലെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. പലപ്പോഴും നമുക്കും ചില ചിന്തകളോ വിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് സൈക്കോളജിസ്റ്റിന്റെ ചില റീഡിങ്ങുകൾ വായിക്കുന്ന സമയത്ത് അത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒന്നിലധികം തവണ ഇങ്ങനെ ഒരു പ്രവണത
ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ആധുനിക മെഡിക്കൽ സയൻസ് വളരെ കൃത്യമായി കൊണ്ടുവരുന്നു. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ, ഈ ഒരു സാധ്യത ഇങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നവരുണ്ട്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, കാരണം ഇങ്ങനെയൊരു അവസരത്തിൽ പറയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, മരണമല്ല ജീവിതത്തിലെ പ്രതിസന്ധികൾ വരിക. കാരണം നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത, തിരികെ വരാൻ പറ്റാത്ത ഒരു നിമിഷത്തെ അബദ്ധത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതിൽ പിന്നെ ഒരു തരത്തിലും നമുക്ക് വരുത്തുവാൻ പറ്റാത്തത് ജീവൻ ബാക്കിയുണ്ട്, ശരീരം ആരോഗ്യമാക്കിയുണ്ട്. നമ്മുടെ സമൂഹം എല്ലാ ഇടങ്ങളിലേക്കും തള്ളിക്കളയുന്നതല്ല, സഭ അങ്ങനെ തള്ളിക്കളയുന്നതല്ല. അതുകൊണ്ട് തിരികെ വരുവാനുള്ള ഇടങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുക. നമ്മുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പാഠമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഏത് ജാതി, മതം, വർഗം, വ്യത്യാസങ്ങളുള്ളത്, ഏത് ലെവലിലുള്ളവർ ഒറ്റ കാര്യം ഓർക്കുക, ജീവിതത്തിന്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയുടെ നമ്മുടെ ജീവിതത്തോട് സമർപ്പിക്കുക ഈ വിചാരങ്ങൾ, ആ ബോധത്തിൽ തന്നെ നിൽക്കുക. അതാണെന്ന് മാത്രമേ എനിക്ക് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളൂ. തുടക്കത്തിൽ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രിയപ്പെട്ട സജീഷിനെ വിധിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. വചനം അങ്ങനെ ഒരു മനുഷ്യനും അവകാശം നൽകുന്നില്ല. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവന്റെ ന്യായവിധിയുള്ള നാളിൽ ഈ ദാസൻ കരുണ കണ്ടെത്തുമാറാകട്ടെ. അതാണ് നമ്മൾ ഈ നിമിഷം വരെയും ഇവിടെ പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനകളും അത് തന്നെയാണ്. ഈ ദാസനോട് ദൈവം കരുണ ചെയ്യട്ടെ. ഈ ദാസനിൽ ദൈവം കരുണ ചെയ്യുമാറാകട്ടെ. തൻ്റെ മോക്ഷത്തിലേക്ക്, നിത്യയിടങ്ങളിലേക്ക് ഇവനെ തിരികെ വിളിച്ച് ലഭിക്കട്ടെ. കൂടെ ദുഃഖത്തിൽ വിലാപത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, മാതൃപിതൃ തുല്യരായത് വല്യമ്മച്ചിയുണ്ട്. വല്യമ്മച്ചിയെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് 3 പ്രാവശ്യം ഭാഗത്തിൽ നിന്ന് സന്ദർശിക്കുകയും ഒരുപാട് അമ്മച്ചിക്ക് വിശുദ്ധ കുർബാന അനുഭവം ആഗ്രഹം പറഞ്ഞപ്പോൾ ഇതൊക്കെയും നൽകുകയും ചെയ്തു. വളരെ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വല്യമ്മച്ചിയുണ്ട്. 90കളിൽ ജീവിക്കുന്ന ഒരമ്മച്ചി. അമ്മച്ചിക്കൊക്കെ ഇതൊരു അറിഞ്ഞു കാണില്ല, പറഞ്ഞു കാണില്ല എന്ന് എനിക്കറിയാം, അറിയാതിരിക്കട്ടെ. അതുപോലെ ഈ ദുഃഖം ഹൃദയത്തിൽ പേർന്ന് പ്രിയപ്പെട്ടവരുണ്ട്, രക്തബന്ധത്തിലുള്ളവരുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന് ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഈ പ്രിയപ്പെട്ട ദാസത്തെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗ്ഗത്തിലെ തമ്പുരാൻ ഈ ദാസനെ സഭയിടങ്ങളിലേക്ക് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും മുഖം മൂടുവാനായിട്ട് പോവുകയാണ്. ആരെങ്കിലും കാണുവാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഈ നിമിഷം അതിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന അരുളിയ പ്രകാരം എൻ്റെ കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറ്റിയിരിക്കുന്നു. ബാർക്കുമോ ബസ്മോദാബോ ദാബ്രോ വദറുഹോ ഹായോ കാദീസ് ലഹാദീസൈഹു ലോകം വൽമീ ആമീൻ. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേ, സ്വീകരണം ഞാൻ നേടാനാത്തിപ്പിൻ. മരണമായും സൃഷ്ടാവിൻ മൃതരിൽ നിന്നും സ്തുതിഗീതം പാടും. സംരക്ഷകനാം ഈശോയെ സ്തോത്രം. മൃതരുടെ കയ്യിൽ ജീവൻ തിരുവിഷ്ടം. നമ്മുടെ രക്ഷയെ എഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളും രോഗം. അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും. പ്രാണപ്രദനെ മൃതനിവഹം വാഴ്ത്തും. കൃപ ചെയ്യണമേ നിന്ദ്രമയാലെങ്കിൽ, ഞാൻ കാണണമേ നിന്ദ്രവതിൻ വരവിൽ. സഭയും സുതരും പുതുസ്തരൂപായി സ്തുതിഗീതത്തോടൊത്ത് വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുമാനിക്കുന്നവരുമാകുന്ന കർത്താവേ, നിരന്തരനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധപ്പെടണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങളുടെ സ്തുതി നിനക്ക് സ്തുതി. മാറുമോ അത്യുന്നതങ്ങളിൽ സത്യമാലാത്മാരും പ്രധാനമാലാത്മാരും സ്തുതിക്കുന്ന പോലെ ബലഹീനരും
ഇപ്പോഴും എല്ലാ സമയത്തും ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മതത്താൽ ഞങ്ങളോട് മാറ്റി പോകുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നുവെന്ന് ഞങ്ങളോട് കരുണയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാതെ ഞങ്ങളോട് കരുണയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാതെ ഞങ്ങളോട് കരുണയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാതെ ഞങ്ങളോട് കരുണയേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സുഷിതാമേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയും രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജമേ, തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. നടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെ ആവശ്യം ഞങ്ങളെ രക്ഷിച്ചോളണമേ. സർവശക്തിയുള്ള പിതാവായി ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും കടപ്പെടുന്നതിനെയും കടപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും ദൈവമാതാവായ ശരിയായ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധപ്പെട്ട വലിച്ചെടുക്കപ്പെട്ട മൂന്നാം ദിവസം വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചവരുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളിലേക്ക് പറഞ്ഞ് മരിച്ചുപോയവരും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ നാട്ടുകാരും സുഹൃത്തുക്കളും അതുപോലെ എല്ലാവരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ പോലെ പ്രിയപ്പെട്ട ദാസനാത്മാവിന് വേണ്ടി സ്നേഹം തുടർന്ന് പ്രാർത്ഥിക്കണം മാത്രം. ഇപ്പോൾ ഈ ഭൂമിദേഹം ശ്രദ്ധയിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോവുകയും ചെയ്യും.
സ്തുത്യൻ മാർത്ത മറിയാം തൻ സോദരനാകും നോവോ സാർജീന്യെന്നാലും ജീവൻ കൽപ്പിച്ചോർപ്പിച്ചം അപ്പോൾ യായിരോ ജീവിച്ചാൽ മൃതരൻ നിത്യത്തിൽ ജീവിക്കേ മന്മയനാമാതാമോ നിയമം ചൊല്ലിയ മന്മയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവ നാം സ്വർഗീയൻ സ്തുത്യൻ തൃപ്പ വനുതനുകൂടുയിരിൻ രുദരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടും ഈ തൂപ് താൽപുണ്യം ജീവ പ്രധാനമസിയാനിൻ ദൈവികമാം വലഭാഗ് തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നരനുടെ നാഗണവോ ഹല്ലേലൂയ ഒരു ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞു ജീവസർവതുണർത്തണമേ കബറിനു ധ്യാനത്തിൽ രാജാവീരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രധാനേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ അവരവരോട് എഴുന്നേറ്റു എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്നു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ കൃഷകനെ പിതാക്ക് അനുകൂലമാക്കണമേ കർത്താവേ ആശ്രയത്തെ കുറിച്ച് മരിച്ച എന്നിടങ്ങളിൽ നോക്കി പാർക്കുന്ന മരിച്ചുപോയവരെ പുണ്യമാക്കണമേ അബ്രാഹാമിനെ ഇസാഖിനെ യാക്കോബിനെ അവരെ പാർപ്പിക്കണമേ വന്നാലും വരുന്നവരും മരിച്ചവരെ വാഴ്ത്തപ്പെട്ടാലാകുന്നുവെന്ന് ശരിയാത്മാക്കളെ ശരിയായിട്ടമേ ബാർക്കുമോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം തമ്പുരാനെ അവിടുത്തെ കരുണയും കൃപയും കാവലും കോട്ടയും ബലഹീനരും പാപികളും ദോഷികളുമാകുന്ന നാമേവരുടെ മേലും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന തന്റെ ദാസന്റെ ആത്മാവിന്റെ മേലും ജീവനോടെ ശേഷിക്കുന്നവരാകുന്ന സകലരുടെയും മേലും നമ്മുടെ ദേശത്തിന്റെ മേലും ഇടവകയുടെ മേലും നാടിന്റെ മേലും ഇന്നും എന്നാളിലും ഉണ്ടായിരിക്കുമാറാകണമേ.